വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 14 22 മുതലുള്ള വാക്യങ്ങളിൽ വൈകുന്നേരം അന്നത്തെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു ശിഷ്യന്മാരോട് ഈശോ പറയുന്നു, നിങ്ങൾ മറുകരയ്ക്ക് പൊയ്ക്കൊള്ളുക, ഞാൻ അല്പസമയം പ്രാർത്ഥിക്കട്ടെ. തിരുവചനം പറയുന്നു, രാത്രിയുടെ 4-ാം യാമം വരെ അവിടെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലാകുന്നു ശിഷ്യന്മാർ വഞ്ചി അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. കാറ്റ് പ്രതികൂലമാണെന്നും കടൽ പ്രക്ഷുബ്ധമാണെന്നും മനസ്സിലാക്കിയ ഈശോ അവിടെ നിന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അനവധി പ്രാവശ്യം നിരന്തരമായ പ്രാർത്ഥനയെക്കുറിച്ച്, രാത്രിയുടെ യാമങ്ങളിലുള്ള ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്ത് പത്രോസ്, യാക്കോബ്, യോഹന്നാനെ ഇവരെ കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈശോ. അവിടെ ഈശോ രൂപാന്തരപ്പെട്ടു. മോശയും ഏലിയായും അവിടെ കടന്നു വന്നു. ഈശോയുടെ കടന്നു പോകലിനെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം അവർ കണ്ടു. പ്രിയ സഹോദരങ്ങളെ, ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ കഴിയുക, ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുക, അത് സാധ്യമാകുന്നില്ലെങ്കിൽ ഏതാനും സമയം കഴിയുമ്പോൾ നമ്മൾ സുഖമായ നിദ്രയിലേക്ക് വീഴും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ആ സ്നേഹത്താൽ നിറഞ്ഞ് നമ്മൾ വല്ലാത്തൊരു സന്തോഷകരമായ ഒരു അനുഭവത്തിലായിരിക്കും. ഇപ്രകാരം വായിച്ചു കേട്ട് അവർ നിദ്രാഭിവശരായിരുന്നെങ്കിലും ഉറങ്ങിയില്ല. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ഉറങ്ങാതിരുന്നത്? അവർക്ക് ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ മഹത്വം നിശ്ചയിച്ചത് വലിയ ഒരു ദൈവ സ്നേഹാനുഭവത്തിൻ്റെ തലത്തിലേക്ക് വരുവാനിടയായി എന്നുള്ളതാണ്. ഈ ദൈവികമായിട്ടുള്ള മഹത്വം നശിക്കാത്തത് കൊണ്ട്, യാതൊരു അനുഭവവും പ്രാർത്ഥനയിൽ ലഭിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ക്ഷീണം, ഉറക്കം അങ്ങനെ കടന്നു വരിക. ഇതൊക്കെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ ഉറക്കം വരും, അല്ലേ? ഇപ്പം തന്നെ തുടങ്ങിയോ? പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ ഉറക്കം വരും. ഏറ്റവും അധികം നമ്മൾ ഈ ശരീരത്തിൻ്റെ പ്രത്യേകത വായ്ക്കട്ട വിടുക, ഉറങ്ങുക, അങ്ങനെ അങ്ങ് ഇരിക്കുക, ഇതിൽ പ്രാർത്ഥനയിലാണ് പല വിചാരം വരികയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയും, കുമ്പസാരിക്കുമ്പോൾ പറയും, അച്ഛാ പല വിചാരമാണ് പ്രാർത്ഥനയിൽ, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ട് ഉറക്കം വരികയാണ്. യാതൊരു സംശയവും വേണ്ട, നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ദൈവസ്നേഹത്തിൻ്റെ സ്പർശനമില്ലാത്തതുകൊണ്ടാണ്. ശിഷ്യന്മാർക്ക് ഈ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് അവരങ്ങനെ ഉണർന്നിരുന്നത് എന്ന് കാണാം. പക്ഷെ അതേ ശിഷ്യന്മാർ തന്നെ ഗത്സമനി ഈശോ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അതേ ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലമുണ്ട്. അവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 26 44-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റുമത്. അവിടെ ഇപ്രകാരം വായിക്കുന്നുണ്ട്, കർത്താവ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഈ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അതേ 3 പേര് തന്നെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി. എങ്ങോട്ട് പോയി? ഗത്സമനിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. ഗത്സമനിലേക്ക് ഈശോ എന്ന് പറഞ്ഞു അവരോട് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, എന്നോട് കൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു മണിക്കൂർ സമയം. 3 പ്രാവശ്യം കർത്താവ് വന്ന് നോക്കിയപ്പോൾ 3-ാം പ്രാവശ്യവും അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വിശദീകരണം ഉണ്ടെന്നറിയാമോ? അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. ഓക്കെ, ഈ 2 വായിച്ച വചനഭാഗത്ത് ഇപ്പോൾ പങ്കുവെച്ച വചനഭാഗത്തും ശിഷ്യന്മാർ ഒരേ സമയത്ത് ആ 3 ശിഷ്യന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഒരേ കോണ്ടസ്റ്റാണ്, ഒരേ പശ്ചാത്തലമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഉറക്കം വന്നത് അവിടെ ശിഷ്യന്മാർക്ക്?
താബോർ മലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവികമായി മഹത്വം ദർശിച്ചുകൊണ്ട് അവർ ഉണർന്നിരുന്നു. പക്ഷെ ഇവിടെയോ വേദനയുടെ, സഹനത്തിൻ്റെ, പീഡാനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. കർത്താവോട് പറയുന്നുണ്ട് സഹിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, കുരിശു മരണത്തെക്കുറിച്ച്, സഹനോദ്ധാന രഹസ്യങ്ങളെക്കുറിച്ച് ഈശോ പറയുമ്പോൾ ഈ ശിഷ്യന്മാർക്ക് വല്ലാത്ത ദുഃഖം. എന്താ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയൊന്നുമില്ല. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്, ദുഃഖകരമായ കാര്യങ്ങളാണ്, അത്ര ഇമ്പകരമായ കാര്യങ്ങളൊന്നുമല്ല. അപ്പം അങ്ങനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലത, ദുഃഖം, മനപ്രയാസം അവരൊക്കെ വല്ലാതെ അസ്വസ്ഥകളാക്കി അവർ ഉറങ്ങിപ്പോയി. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഭാരം, ദുഃഖം, നിരാശപ്പെടുന്ന ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിലും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതെ ഓർക്കം വരാൻ സാധ്യതയുണ്ട്. കാരണം മനസ്സിൻ്റെ ഭാരം, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ അധ്വാനിച്ച് ദിവസത്തെ അധ്വാനമെല്ലാം കഴിഞ്ഞ് വന്നവരാണ്, ക്ഷീണിതരാണ്, ഒക്കെയുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒത്തിരി ചിന്തകളുണ്ടാവും. കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങൾ, വ്യക്തിബന്ധങ്ങളിലെ കുറവുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗാവസ്ഥകൾ എല്ലാം കൊണ്ട് നമ്മൾ വല്ലാത്ത ഒരു ദുഃഖത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഓർക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇവ സമർപ്പിക്കണം. നമ്മുടെ കണ്ണുകൾ കർത്താവിലേക്ക് ഉയർത്തുക. ദൈവസ്ഥാനത്തിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ ഉയർത്തി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഉറങ്ങാതെ പ്രാർത്ഥിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ഒച്ച പറഞ്ഞേ, രണ്ട് കരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സ്വാതന്ത്ര്യം ഉണ്ടാവും, വിടുതൽ കിട്ടും. ആ വിടുതൽ, ആ സ്വാതന്ത്ര്യമാണ് പ്രാർത്ഥിക്കാൻ നിമിഷങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നത്, വചനം കേൾക്കുവാൻ സഹായിക്കുന്നത്, അനുഭവമായി തീരുന്നത്. വലിയ ദുഃഖമൊന്നുമില്ല വിചാരിക്കുക, വലിയ ക്ലേശങ്ങളൊന്നുമില്ല, രോഗാവസ്ഥകളുമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളില്ല, നല്ല സന്തോഷകരമായ ജീവിതമാണ്, അല്ലെങ്കിൽ വലച്ചിലുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. നമുക്ക് സുഭിക്ഷമായി ജീവിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് നമുക്ക്. പക്ഷെ ഓരോ ദിവസവും നമ്മളിലേക്ക് ഓരോ സഹനങ്ങൾ വരുമ്പോഴോ, ഒരു ചെറിയ ഒരു തലവേദന ഉണ്ടായി, ഒരു പനി വന്നാൽ മതി, പ്രാർത്ഥിക്കുമോ? അവിടെ കിടക്കും. അപ്പം നിസ്സാരമായിട്ടുള്ള ഒരു രോഗം പോലും പ്രാർത്ഥിക്കുവാൻ നമുക്ക് തടസ്സമാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? അപ്പം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഞാൻ നേരിടുന്ന എല്ലാ സങ്കടങ്ങളെയും ദുഃഖാനുഭവങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ ഇരിക്കണം.